ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ കുറെ ദിവസങ്ങളായി വിചാരിക്കണ ഒരു ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്നേ ഇതുവരെ നടന്നിട്ടില്ല കേട്ടോ. ഫോണിന്റെ എക്സാമും അതുപോലെ തന്നെ എനിക്ക് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് അപ്ലോഡ് ചെയ്യാനൊന്നും സാധിച്ചില്ല കേട്ടോ. അപ്പൊ ഇനി മുതല് കൂടുതലായിട്ടും ലോങ് വീഡിയോ ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ എല്ലാരും വീഡിയോസ് കണ്ടതിന് ശേഷം ഇഷ്ടപ്പെടുവാണെങ്കിൽ ആ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. പിന്നെ ഞങ്ങളുടെ കുറെ കുമ്പളങ്ങിയിലുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാൻ പറ്റും. പിന്നെ കുമ്പളങ്ങിയിലുള്ള ഒരുപാട് മീനുകളും കരിമീന് ചെമ്മീനും അതൊക്കെ എങ്ങനെയാണ് കുക്ക് ചെയ്യണമെന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പൊ എല്ലാവരും കണ്ടോളൂ. ഹലോ ഡിയേഴ്സ്, ഇന്ന് പുഴേന്ന് ഒരുപാട് ചെമ്മീൻ കിട്ടിയേ. അപ്പൊ ചെമ്മീൻ കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചേ കുറച്ച് ചെമ്മീനെടുത്ത് ഉലർത്തുകയും ചെയ്യാം, അതുപോലെ തന്നെ ചാറ് കറിയും വെക്കാന്ന് കേട്ടോ. അപ്പൊ ഈ ചെമ്മീൻ ഉലർത്താൻ വേണ്ടിയിട്ടുണ്ടല്ലോ, നമ്മള് ഒരു 1/2 കിലോ ചെമ്മീൻ എടുത്തതിന് ശേഷം അതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കുറച്ച് വേപ്പിലയും 2 പച്ചമുളകും ഇഞ്ചിയും കുറച്ച് ഉപ്പും എടുക്കണേ. അപ്പൊ ഞാൻ ഇത് നല്ല സ്പൈസി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ ഇഞ്ചിയും ഇതെല്ലാം കൂടെ കൊത്തി അരിഞ്ഞ് അത് ചട്ടിയിലേക്ക് ഇട്ടിട്ട് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും വേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. എന്നിട്ട് സ്റ്റൗ ഓൺ ആക്കിയതിനു ശേഷം അതിലേക്ക് വെച്ച് ഇളക്കി കൊടുത്ത് സിമ്മിലിട്ട് നന്നായി വേവിച്ചെടുക്കണം. ചെമ്പിന് വേവുള്ളത് കൊണ്ടാണ് നമ്മൾ നന്നായിട്ട് അത് വേവിച്ച് എടുക്കുന്നത് കേട്ടോ. എന്നിട്ട് ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് കുറച്ചധികം കൊച്ചുള്ളിയും തേങ്ങാക്കൊത്തും അതുപോലെ തന്നെ കുരുമുളക് പൊടിയും വേപ്പിലയും വെളുത്തുള്ളിയും എടുക്കണം. എന്നിട്ട് ചട്ടി ചൂടാക്കിയതിന് ശേഷം ഈ നമ്മുടെ കുരുമുളക് പൊടിയും വേപ്പിലയും കൂടി നന്നായിട്ട് മൂപ്പിച്ചെടുത്തതിന് ശേഷം തേങ്ങാക്കൊത്തും ഇട്ട് കൊടുക്കണം. അത് മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി നന്നായിട്ട് വാടി വന്നു കഴിഞ്ഞതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ചെമ്മിൻ അതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ തക്കാളി ഇട്ട് വഴറ്റാനായിട്ട് മറന്നുപോയി. അതുകൊണ്ട് ഞാനൊരു വേറൊരു ചട്ടിയില് തക്കാളി വേവിച്ചെടുത്തിട്ടുണ്ട്. ആ തക്കാളിയും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ നിങ്ങൾക്ക് ആവശ്യത്തിന് ഒരു 1/2 കിലോ ചെമ്മിനാണെങ്കിൽ ഒരു തക്കാളിയൊക്കെ എടുത്താൽ മതിയാകും കേട്ടോ. എന്നിട്ട് ഈ തക്കാളിയും കൂടെ മിക്സ് ചെയ്ത് ചട്ടിയില് സ്ലോയില് വെച്ച് അതിനെ ഒന്ന് വരട്ടി 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 എടുക്കണം. ഇനി നമുക്ക് ഒരു ചെമ്മിച്ചാറും കൂടെ ഉണ്ടാക്കാം. ഈ ചെമ്മിച്ചാറ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടേ ഒരു ചട്ടി ചൂടാക്കി അതിലേക്ക് നമുക്ക് തക്കാളിയും വേപ്പിലയും പച്ചമുളകും ഉപ്പും മഞ്ഞൾപ്പൊടിയും ഇട്ട് വേവിച്ചെടുക്കണം. എന്നിട്ട് അതേപോലെ തന്നെ അടുത്ത സ്റ്റൗവില് ഒരു ചട്ടി ചൂടാക്കി കുറച്ച് ചെമ്മിനും വേവിച്ചെടുക്കണം. ചെമ്മിനും കൂടെ വേവിച്ച് വെന്ത് കഴിയുമ്പോൾ ഒരു പാത്രത്തില് അരമുറി തേങ്ങയും വേവിച്ച കുറച്ച് ചെമ്മിനും അതുപോലെ പച്ചമുളകും മഞ്ഞൾപ്പൊടിയും ഉള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുക്കണം കേട്ടോ. ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കാം. അരച്ചതിന് ശേഷം ആ വേവിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഇളക്കി അതൊന്ന് ചൂടായി വരുന്നതിന് ശേഷം തീ ഓഫ് ചെയ്ത് വെക്കണം. എന്നിട്ടൊരു ചട്ടി ചൂടാക്കി നമുക്ക് കടുക് വറുത്ത് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ റോസ്റ്റും ചെമ്മീൻ ചാറും റെഡിയാണ് കേട്ടോ.